പ്രണയത്തിന്റെ പേരിൽ ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയണം. കൊല്ലത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി ഉളിയക്കാവിലിൽ അവിടെയായിരുന്നു വീട്ടിൽ കയറി സഹോദരനെ കൊലപ്പെടുത്തി ശേഷം ആ വീട്ടിൽ നിന്നിറങ്ങിയ മറ്റൊരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം. എത്രമാത്രം ക്രൂരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതായത് ഈ അവരുടെ വിവാഹം ഏകദേശം ഈ മരിച്ച തേജസിന്റെ സഹോദരിയുമായിട്ടായിരുന്നു വിവാഹം ഏകദേശം മരിച്ച ഫെബിന്റെ സഹോദരിയുമായി തേജസ് രാജിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. അതൊരു എൻഗേജ്മെന്റിലേക്ക് എത്തിയിരുന്നു. എൻഗേജ്മെന്റിന് ശേഷം ഈ പെൺകുട്ടിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചു. ജോലി ലഭിച്ചതിന് ശേഷം ഈ വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറി എന്നാണ് നിലവിൽ പോലീസിനൊക്കെ ലഭിക്കുന്ന വിവരം. അയൽവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അയൽവാസികൾ നൽകിയ മൊഴിയാണ് ഇത് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം ആ നിഗമനത്തിലേക്ക് തന്നെയാണ്. രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. നമുക്ക് രാജ്കുമാറിനോട് കൂടുതൽ കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിയാം. രാജ്കുമാർ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് രാജ്കുമാർ, പോലീസ് ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? ഈ തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആ വിഷയമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? കൊലപാതകത്തിന് ശേഷം ഫെബിൻ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് നയിച്ചത്? മനു, ഇപ്പം ഞാൻ ഈ നിൽക്കുന്നത് ഈ ഉളിയക്കോവിലിൽ ഈ കൊലപാതകം നടന്ന സ്ഥലം, അതായത് ഈ ജോർജ് ഗോമസിൻ്റെ ഫ്ലോറിഡയിൽ അക്ഷരാർത്ഥത്തിൽ ബ്ലഡ് ഡയലായി മാറി ഈ റോഡും പരിസരം മുഴുവനും രക്തക്കളമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ മനു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയണമെങ്കിൽ ഇതുകൂടി പറയണം. ഇന്നലെ 6:50-നും 7:05-നും ഇടയിലാണ് ഈ കേരളത്തെ മുഴുവനും ഞെട്ടിച്ച മനസാക്ഷിയും മരവിച്ചു പോകുന്ന ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം. ഇവിടെ ഈ പ്രതി ഈ വീട്ടിലേക്ക് വരുന്നു. ഈ വീടിൻ്റെ ഈ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്നു. ഇതിൽ ഉടനെ കോളിംഗ് ബെല്ലടിക്കുന്നു. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വീട്ടിനകത്തുണ്ടായിരുന്ന കുടുംബം, അതിൽ ഈ ഫെബിനും അച്ഛനും അമ്മയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ കുടുംബം കതക് തുറക്കുകയാണ്. ആ കതക് തുറക്കുന്ന ഉടൻ തന്നെ ഇയാൾ അകത്തേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന പെട്രോളാണോ ഡീസലാണോ എന്നറിയില്ല, അത് പൊടുന്നതിനെ ഇവരെ ദേഹത്തേക്ക് ഒഴിച്ചിട്ട് ഇവിടെ അതായത് ഇവർ പേരയ്ക്ക കട്ട് ചെയ്യാൻ വേണ്ടി വെളിയിൽ ഇവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കത്തി അത് കൊണ്ടുവന്നതാണെന്നും അതല്ല ഇവിടുന്ന് എടുത്തതാണെന്നുള്ള ഒരു ചെറിയ തർക്കമുണ്ട്. അക്കാര്യത്തിൽ പോലീസ് ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരണം നൽകിയിട്ടില്ല. അപ്പോൾ ആ കത്ത് ഉപയോഗിച്ചിട്ടാണ് പൊടുന്നനെ ഈ ഫെബിൻ ഈ പെട്രോൾ ഒഴിക്കുന്നത്, അത് ആ ഇന്ധനം അങ്ങോട്ട് ഒഴിക്കുന്നത് കണ്ട ഉടൻ ഫെബിൻ പന്തികേട് മനസ്സിലാക്കി അത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കത്ത് ഉപയോഗിച്ച് മാറിലും കഴുത്തിലും മറ്റും ഫെബിനെ 3 തവണ പ്രതി കുത്തുന്നത്. തടയാൻ ശ്രമിച്ചപ്പോൾ ഈ പിതാവിനും കുത്തേറ്റു. ഇതിനിടെ ഫെബിൻ പുറത്തേക്ക് റോഡിലൂടെ ഓടി. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം കൂടി ഞാനത് കാണിച്ചു തരാം. അദ്ദേഹം ഈ ഫെബിൻ മരണവെപ്രാളത്തിൽ ഓടി വന്ന് ഇവിടെ പോലീസ് ഇവിടെ പ്രത്യേകമായി കെട്ടി വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മലനടിച്ച് വീഴുകയായിരുന്നു. ഇപ്പുറത്ത് കാണുന്ന ഈ ഇടവഴിയിൽ ഇവിടെ ഒരു CCTV ഉണ്ട്. ആ CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ CCTVയിലാണ് കൃത്യമായി ഫെബിൻ വന്ന് ബോധരഹിതനായി വീഴുന്നത് നമുക്ക് കണ്ടത്. ഇതും ഇവിടെ ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഈ കുത്താൻ ഉപയോഗിച്ച കത്തി അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പിന്നീട് ഈ പ്രതി ഈ തേജസ് രാജ് ഇവിടെ നിന്ന് കാറിൽ വന്ന വെള്ള വാഗണാർ കാറിൽ ഇവിടെ നിന്ന് നേരെ പോകുന്നു. മനോരമ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ പാലത്തിൻ്റെ താഴെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഈ തേജസ് ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കുകയായിരുന്നു. ഇനി ഇപ്പോൾ മനു ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവർ +2 സമയം മുതൽ ഈ ഇരുവരും പ്രണയത്തിലായിരുന്നതായി പറയുന്നു. ഇതാദ്യം ബന്ധുക്കൾക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും പിന്നീട് ഈ ബന്ധുക്കൾ ഈ വിവാഹത്തിന് സമ്മതം മൂളി. 2 കുടുംബവും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തു. ഈ സമയം ഈ പെൺകുട്ടിക്ക് 6 മാസം മുമ്പ് കോഴിക്കോട് ബാങ്കിൽ ജോലി കിട്ടി. ആ ജോലി കിട്ടിയപ്പോൾ താമസ സൗകര്യവും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെയാണ് ബന്ധം വീണ്ടും തുടർന്നത്. പക്ഷേ അത് പിന്നീട് പൊടുന്നനെ ഈ പെൺകുട്ടി വഴക്കിടുകയും ഈ വിവാഹബന്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാണ് ഇതിൽ തേജസ് രാജിൻ്റെ കുടുംബം പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രണയ നൈരാശ്യം, ഇത്രയും നാൾ പ്രണയിച്ചു, വിവാഹത്തിൻ്റെ വക്കിൽ വരെ എത്തി, പിന്നീട് അതിൽ നിന്ന് മാറിയപ്പോൾ ഇതിൽ തേജസ്സിനുണ്ടായ മനോവിഷമം അത് പിന്നീട് മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി കൗൺസിലിംഗൊക്കെ നൽകിയതായി പറയുന്നു. പിന്നീടുള്ള ആ ഒരു പകയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പോലീസ് പറയുന്നത്. മനു, വിനീഷ്.
തീർച്ചയായും അത് ഏറെ സങ്കടപ്പെടുന്നൊരു അതെ ഒരു കാഴ്ച കൂടിയാണല്ലേ വിനിഷ. രാജ്കുമാർ, ഈ സംഭവം നടക്കുമ്പോൾ പ്രദേശത്ത് മറ്റാളുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? തടയാനൊന്നും ആർക്കും പറ്റിയില്ലേ? ഇയാൾ വേഗത്തിൽ, ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല, അപ്രതീക്ഷിതമായി വേഗത്തിലെത്തി കുത്തിയതുകൊണ്ടാകാം. ഒരുപക്ഷെ അങ്ങനെയും നമുക്ക് അതിനെക്കുറിച്ച് പറയാം അല്ലേ? തീർച്ചയായിട്ടും അതൊരു 1-2 മിനിറ്റിനുള്ളിൽ ഈ ഒരു ക്രൈം നടന്നു കഴിഞ്ഞു. ആ സമയത്ത് ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവിടെ ചിലരെങ്കിലും ഇതിൽ സഞ്ചരിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഓട്ടോറിക്ഷയിൽ ഇവരെ രണ്ടുപേരെയും പരിക്കേറ്റ് രക്തം മാർന്ന് ഇവിടെ ബോധരഹിതനായി കടന്ന ഫെബിനെയും പിതാവ് ജോർജ് ഗോമസിനെയും ഉടൻ തന്നെ ബെൻസിഗർ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ബെൻസിഗർ ആശുപത്രിയിലെ ഡ്രൈവറാണ് ഈ ഫെബിൻ്റെ പിതാവ് ജോർജ് ഗോമസ്. പക്ഷേ നിർഭാഗ്യവശാൽ ഫെബിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ജോർജ് ഗോമസിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ചേട്ടാ, നിങ്ങൾ നാട്ടുകാരാണല്ലോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു വികാരമുണ്ട്? നമുക്ക് വികാരത്തിൽ പ്രത്യേകിച്ച് വികാരമില്ല. നമ്മൾ ഇവിടെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് നടക്കുക. ഞങ്ങളൊരു 40, 45, 50 വർഷമായിട്ട് ഈ പരിസരത്തും ചുറ്റുപാടുമായിട്ട് ജീവിക്കുന്ന പൊതുപ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ഇതൊന്നും പറയുന്നതിന് യാതൊരു പേടിയില്ല, ഒരു ഭയവുമില്ല. പക്ഷേ അപ്പോൾ ഇന്നലെ രാത്രി എന്തോ നിങ്ങൾ വരാത്തതെന്ന് പറഞ്ഞാൽ, രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവപ്പറമ്പിലോട്ട് നമ്മൾ പോകത്തില്ല. കാരണം അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം നടക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവപ്പറമ്പിലോട്ട് ഇറങ്ങാത്തത്. മെനഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു പൊടിപൂരം അപ്പുറത്ത് ഉത്സവം നടന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ വീട് ലൊക്കേറ്റ് ചെയ്ത് ടി വിയിൽ കാണിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പ്ലേസ്. വോട്ടർമാരെ വരെ എനിക്കറിയാം. ഇവിടെ 4 വോട്ടുണ്ടോ? ഈ വോട്ടർമാരെ 4 പേരെ എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. കാരണം അങ്ങനെ കിട്ടത്തില്ല ആളുകളാണ്. അപ്പോൾ അതുപോലെ ഈ ഏരിയയിലുള്ള വീട്ടുകാരിൽ അപൂർവം ചില ആളുകളേ ഉള്ളൂ. വീട്ടിൽ താമസം ഒരു പണിക്ക് പോകും, വൈകുന്നേരം തരും. അത്ര മര്യാദക്കാരാണ്. പിന്നെ കുറേ എല്ലായിടും ഉണ്ടല്ലോ, കുറേ കുഴപ്പക്കാരുണ്ട്. അവർ ഇങ്ങനെ വെള്ളം അടിക്കും, ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നക്കാരൊന്നുമല്ല. ഇത്ര നല്ല സ്ഥലമാണ്. പിന്നെ ഇതിന് ഉപരിയായിട്ട് ഇവിടെ എല്ലാം ഭൂമിക്ക് നല്ല വിലയാണ്. ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങളില്ലാത്തതിൻ്റെ പേര് ഭൂമിക്ക് നല്ലതാണ്ട് ഇതൊക്കെ ഇപ്പോൾ വന്ന വീടാണ്. പണ്ട് ഇവിടെ എങ്ങും വീടേ ഇല്ലായിരുന്നു ഞങ്ങളെയൊക്കെ കുഞ്ഞിലേ. അതുകൊണ്ട് താമസിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷേ ഇനിയിപ്പം സ്ഥലത്തിന് വില കുറയും. രാജ്കുമാർ, അദ്ദേഹം വേറൊരു വഴിക്കാണ് സഞ്ചരിക്കുന്നത്. പോട്ടെ, അതൊരു വിഷയമല്ല. നമുക്ക് അതിനെക്കുറിച്ച് വേറെ 2 കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. വിനിഷ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇയാളെ പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതാണ് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പുറത്താണ് ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അതായത് പെൺകുട്ടിയുടെ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ തേജസ് രാജിന്റെ കയ്യിൽ പെട്രോളുമായാണ് തേജസ് രാജ് അവിടെ എത്തിയത്. പക്ഷേ അവര് ഭക്ഷണം പേരയ്ക്കോ മറ്റോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുപയോഗിച്ച കത്തി അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കുത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എന്നാണോ പറയുന്നത് പോലീസ്? രാജ്കുമാർ, അങ്ങനെയാണ്. ഞാൻ ഇന്നലെ നമുക്ക് ആ കൊല്ലം ACP ഷെരീഫിൻ്റെ അഭിമുഖം നമുക്ക് കിട്ടിയിരുന്നു. നമ്മളത് പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ വ്യക്തിപരമായി നമ്മുടെ സ്വകാര്യമായി പറഞ്ഞത് ഈ കത്തി അയാൾ കൊണ്ടുവന്നതാണോ എന്നുള്ളത് സംശയമുണ്ട്. ഇദ്ദേഹം ഈ ഉള്ളിലേക്ക് ഈ തേജസ് രാജ് ഈ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഈ സമയത്ത് ഇവർ പേരൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഒരുപക്ഷെ ആ കത്തി തന്നെ ആയിരിക്കണം ഈ ഒരു കൃത്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം. ഇനി ഈ കത്തി കിടക്കുന്ന സ്ഥലം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഇതുണ്ട്, ഈ പോലീസ് വാഹനം കിടക്കുന്നതിൻ്റെ തൊട്ടു പുറകിൽ അതവിടെ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് അത് മൂടിയിട്ടുണ്ട്. ഇവിടേക്ക് നടക്കുന്ന സ്ഥലത്തെല്ലാം ബ്ലഡാണ്. ഈ കത്തി നമുക്ക് കാണാം. നമ്മുടെ ക്യാമറാമാൻ അയ്യപ്പൻ അത് കാണിച്ചു തരും. കത്തിയുടെ ഒരു പിടി ഈ സൈഡിൽ കാണാം. ഈ ബക്കറ്റ് കൊണ്ടത് മൂടി വെച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ കൃത്യത്തിന് ശേഷം ഈ കത്തി വെപ്രാളത്തിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഈ തേജസ് രാജ് ഇവിടുന്ന് കാറിൽ അതിവേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. പിന്നീടാണ് തേജസ് രാജിൻ്റെ മൃതശരീരം ഛന്നഭിന്നമായ നിലയിൽ റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ട് കിടക്കുന്ന നിലയിൽ കണ്ടത്. ഈ മൃതദേഹം മാറ്റിയതിന് ശേഷമാണ് ട്രെയിൻ യാത്ര പുറപ്പെട്ടത്. മനു, അതായത് ഈ ആദ്യ കൊലപാതകം നടന്ന് അല്പസമയത്തിനകം തന്നെ അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിലേക്ക് അധികം സമയം പിന്നീട് ഉണ്ടായിരുന്നില്ല, അങ്ങനെയല്ലേ?
വേണ്ടി വന്നില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മളിതൊന്നും അറിയുന്നില്ല. ഈ കൃത്യം നടന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടി. ആ വിവരം കിട്ടിയ ഉടൻ ഞാൻ കൊല്ലം ബെൻസിഗർ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവിടെ ആ സമയത്ത് രക്തം വാർന്ന് ഫെബിൻ്റെ മൃതശരീരം മൂടിയ നിലയിലായിരുന്നു, തുണി കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. അതേസമയം പിതാവ് ജോർജ് ഗോമസിനെ കാഷ്വാലിറ്റിയിൽ രക്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നതും. അതിൻ്റെ ദൃശ്യങ്ങൾ അത് കാണിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ അവിടെ പോയി നമ്മളാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വെളിയിൽ ആ സമയത്ത് അമ്മ പുറത്തുണ്ട്. ആ സമയത്ത് അപ്പോഴും മകൻ മരിച്ച വിവരം അവരോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അവർക്ക് സംശയമുണ്ടായിരുന്നു. ആട്ടോയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവനൊരു അനക്കമില്ലായിരുന്നല്ലോ എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് വാവിട്ട് കരയുന്നുണ്ട്. അവരുടെ പ്രതികരണവും നമ്മൾ ഇന്നലെ തന്നെ രാത്രി തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി അത് പങ്കുവച്ചിരുന്നു. ഈ വന്ന സംഭവങ്ങളും എന്താണ് സംഭവിച്ചതെന്ന് അവർ കണ്ട വലിയ ദൃക്സാക്ഷിയാണല്ലോ, ആ ദൃക്സാക്ഷി വിവരണം തന്നെ നമ്മൾ ഇന്നലെ പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുത്തു. മനു. ശരി രാജ്കുമാർ, ഏതായാലും രാവിലെ കേൾക്കുന്നത് അത്ര സുഖകരമായൊരു വാർത്തയല്ല, ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു വാർത്തയാണ്.